ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ OHCയുടെ ഒരു ഗ്രാസ് കട്ടിംഗ് മെഷീനാണ്. ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം നമുക്ക് നോക്കാം. ഇത് എല്ലാ ദിവസവും രാവിലെ സ്റ്റാർട്ടാവാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന് അടിയിൽ ഒരു പുഷ് ചെയ്യണ ഒരു സാധനം ഇവിടെ ആയിട്ടുണ്ട്. ഇതൊരു 7-8 പ്രാവശ്യം പുഷ് ചെയ്ത് ഈ പെട്രോള് ഈ ട്യൂബ് വഴി മൊത്തം സർക്കുലേഷൻ ആയാൽ അത് സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മളിത് ഒരു 8 പ്രാവശ്യം 10 പ്രാവശ്യം ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓയിൽ മുകളിലോട്ട് കയറി മതിയാവും. ഇനി ഇതാ ചോക്ക് ഉണ്ട്. ഈ ചോക്ക് ഓഫ് പൊസിഷനിലായിരിക്കും. ഇതിനെ നമ്മൾ പിടിച്ച് ഓണാക്കി വെക്കണം. ഓണാക്കി വെച്ചിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഇത് ഓഫാണ്, അതായത് 0. ഇത് ഓണാക്കുമ്പോൾ താഴോട്ട് പോകും. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാകുമ്പോൾ നോക്കാം. കൈ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചോക്ക് ഓണാണ്, പമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ടാകും നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ പമ്പ് ചെയ്തത് കൊണ്ടാണ് അത് സ്റ്റാർട്ടായത്. ഇനി ഇത് സ്റ്റാർട്ടാക്കി വെച്ചിട്ട് നമ്മളൊരു 1 മിനിറ്റെങ്കിലും ഇത് റണ്ണിങ്ങിന് ഇട്ടേക്കണം. അതിന് ശേഷമേ ആക്സിലേറ്റർ കൊടുക്കാവൂ. ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ. ഇത് ലെങ്ത് ഇത്ര ഇട്ടാൽ മതി. ഇതൊരു എൻഡ്, ഇത് രണ്ടാമത്തെ. നമുക്ക് ആക്സിലേറ്റർ കൊടുത്ത് നോക്കാം. കുറേശ്ശെ കൊടുത്താൽ മതി. ഓഫായി. നമ്മൾ വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചോക്ക് പിടിച്ചു വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ടായിട്ടുണ്ട്. ചോക്കിനെ മിഡിലിൽ കൊണ്ടുവയ്ക്കണം. ഇനി ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വിച്ചിൽ ഓഫ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ പുഷ് ചെയ്യണം. 7 പ്രാവശ്യം പുഷ് ചെയ്യണം. ചോക്ക് പിടിച്ച് ഓൺ പൊസിഷനിൽ വെക്കണം. സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ റണ്ണിങ്ങിൽ ഇത് താഴോട്ട് പിടിച്ച് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് പുല്ല് വെട്ടണമെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗ്ലാസും ഷൂ ഒക്കെ ഇട്ട് വേണം പുല്ല് വെട്ടാൻ. ഞാനിപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ ചെറിയതായിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പം ഈ ഷൂവും അല്ലെങ്കിൽ ഗ്ലാസ്സോ ഹെൽമെറ്റോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ചിരിക്കണം ഉറപ്പായിട്ടും.